റോജി എം ജോൺ, നിങ്ങൾ നിയമപരമായി നേരിടും, നിങ്ങൾ പരാതി നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പരാതി നൽകിയോ? സ്മൃതി, ഞങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അത് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഒരു പരാതി സമർപ്പിക്കേണ്ടതിന് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ പരാതി കൊടുക്കുമെന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളത് പരാതിയുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക ചെയ്യും. സ്മൃതി, ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി കമ്മ്യൂണലിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നുകൂടി വെളിവായിരിക്കുകയാണ്. ഇത് ഇന്ന് തുടങ്ങിയ കാര്യമല്ല, അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും അതിനുശേഷം ഇപ്പോഴുള്ള ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഇവരുടെ നിലപാട് മാറ്റങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ഒരു വശത്തും ഭൂരിപക്ഷ വർഗീയതയെ മറുവശത്തും എങ്ങനെ താലോലിക്കാമെന്ന് വളരെ കൃത്യമായി അവർ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ യാതൊരു ഉളിപ്പും കൂടാതെ, അല്ലെങ്കിൽ യാതൊരു രാഷ്ട്രീയ മര്യാദയും കൂടാതെ അവർ അത് വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ചോദിച്ചല്ലോ, അല്പം മുമ്പ് പ്രേംകുമാർ ചോദിച്ചല്ലോ, എന്തുകൊണ്ട് പാണക്കാട്ടേക്ക് പോയി എന്ന് ചോദിച്ചല്ലോ. പാണക്കാട്ടേക്ക് നിങ്ങളുടെ നേതാക്കൾ പോയിട്ടില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർക്ക് ആവശ്യം, ഇവർ ന്യൂനപക്ഷ വർഗീയതയെ പുൽകാനായിട്ട് ശ്രമിച്ചു. അന്ന് എന്തുകൊണ്ടാണ് സർക്കാർ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ CAAക്കെതിരെ അവർ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് തയ്യാറായപ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗിന് ക്ഷണക്കത്തയച്ചത്? നിങ്ങൾ ഈ പറയുന്ന പാണക്കാട് തങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് അന്ന്, ഇത്രയും വലിയ വർഗീയ കക്ഷികളാണ് അല്ലെങ്കിൽ വർഗീയവാദികളാണ് മുസ്ലിം ലീഗ് എങ്കിൽ എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങൾക്ക് അന്ന് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ക്ഷണക്കത്തയച്ചത്? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു, പാണക്കാട് തങ്ങളെ ക്ഷണിക്കുന്നു, കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കേരളത്തിൽ 5 സീറ്റ് വരെ വിജയിക്കാനുള്ള ശേഷി മുസ്ലിം ലീഗിനുണ്ട് എന്ന് CPMന്റെ നേതാക്കന്മാർ, LDF കൺവീനർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. LDFിലേക്ക് അവരെ ക്ഷണിക്കുന്നു. ഇതൊക്കെ ചെയ്തേച്ചിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ UDFിനോടൊപ്പം തന്നെ നിന്നു. UDF തിളക്കമാർന്ന വിജയം കൈവരിച്ചു. 6 മാസം കൊണ്ട് മുസ്ലിം ലീഗിന് എന്ത് മാറ്റമാണ് ഉണ്ടായത് CPMന്റെ കാഴ്ചപ്പാടിൽ? അതേ സാദിഖലി തങ്ങളെക്കുറിച്ച് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ 6 മാസം കൊണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്തി. ആ പരിശ്രമം ഇവർക്ക് പൂർണ്ണമായിട്ട് തിരിച്ചടിയായി എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ഇവർക്കും ബോധ്യപ്പെട്ടു. ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ പരമ്പരാഗതമായി CPMന് വോട്ട് ചെയ്തിരുന്ന പല ആളുകളും അവരിൽ നിന്നും മാറി അവർ BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ബോധ്യം, അത് പല മേഖലകളിലും CPMന്റെ ഓരോ സ്ഥാനാർത്ഥികളുടെയും പരാജയം എടുത്ത് പരിശോധിച്ചപ്പോൾ CPM ആളുകൾക്ക് മുഴുവനും, അണികൾക്കും നേതൃത്വത്തിനുമൊക്കെ മനസ്സിലായി അവരെടുത്ത നിലപാടുകൾ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമീപനങ്ങൾ തിരിച്ചടിയാകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവർ പ്ലേറ്റ് മാറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ എങ്ങനെ RSSനെയും BJPയെയും തൃപ്തിപ്പെടുത്താം, അവരെ എങ്ങനെ സുഖിപ്പിക്കാമെന്നുള്ള ഗവേഷണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല, അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ആ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അതായത് ഹരിയാനയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം പോയിട്ട് ഹിന്ദുവിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിനു മുമ്പായിട്ട് മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശമുണ്ടാകുന്നു. അതിനുശേഷം CPMന്റെ നേതാവായിട്ടുള്ള P ജയരാജന്റെ ഒരു പുസ്തകം വരുന്നു. അതിനുശേഷം ഇതുപോലെ ഇപ്പോൾ പാണക്കാട് തങ്ങളെക്കുറിച്ചിട്ടുള്ള CPMന്റെ പരാമർശം വരുന്നു, മുഖ്യമന്ത്രിയുടെ പരാമർശം വരുന്നു, അതുപോലെ തന്നെ MV ഗോവിന്ദന്റെ പരാമർശം വരുന്നു. ഇവിടെ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? RSSനെ തൃപ്തിപ്പെടുത്തണം, BJPയെ തൃപ്തിപ്പെടുത്തണം. ഒരു വശത്ത് ആവശ്യം വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിക്കും. ഇവർ ആവശ്യം വന്നപ്പോഴെല്ലാം SDPയെയും ജമായത്തെ ഇസ്ലാമിയും ഒക്കെ ഒക്കത്തും തോളത്തും ഒക്കെ വെച്ചുകൊണ്ട് നടന്നു. അബ്ദുൾ നാസർ മദനിക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എവിടെയെങ്കിലും കാത്തു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം 2 ആളുകൾക്ക് വേണ്ടി മാത്രമേ ഇന്നേ വരെ ഒരു പൊതുയോഗത്തിലോ അല്ലെങ്കിൽ ഒരു പരിപാടിയിലോ കാത്തു നിന്നിട്ടുള്ളൂ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കും. അതിനു മുമ്പ് ഇദ്ദേഹം കാത്തു നിന്നിട്ടുള്ള ഒരു യോഗത്തിൽ അബ്ദുൾ നാസർ മദനി വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന്
നിരവധി സമയം അനേകം സമയം കാത്തുനിന്ന കഥയൊക്കെ നമ്മുടെയൊക്കെ മറന്നിട്ടില്ല. അപ്പോൾ ആവശ്യം വരുമ്പോൾ ഇവർക്ക് ന്യൂനപക്ഷ വർഗീയത വേണം, ആവശ്യം വരുമ്പോൾ ഇവർക്ക് ഭൂരിപക്ഷ വർഗീയതയെ പുലുകും. ഇത്തരത്തിൽ എവിടെ നിൽക്കണം, എന്ത് നിലപാടെടുക്കണമെന്നറിയാതെ ഈ വർഗീയതയെ താലോലിക്കുന്ന CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള കമ്മ്യൂണലിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ആ വ്യതിയാനം, അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വെളിവായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഈ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ കൊടകര കുഴൽപ്പണ കേസ് ഉയർന്നു വരുന്നു. ആ കേസ് ഉയർന്നു വന്ന ഘട്ടത്തിൽ BJP പ്രതിരോധത്തിലായപ്പോൾ അവിടെ രക്ഷിക്കാൻ ഇറങ്ങുന്നത് CPM ആണെന്നേ. അതായത് അവിടെ പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ട് രാത്രിക്ക് രാത്രി ഒരു റെയ്ഡ് നാടകം അരങ്ങേറി BJP അവിടെ നിന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ വെള്ളപൂശിയെടുക്കുക എന്നുള്ള ആവശ്യം അത് CPM-ഉം BJP-യും കൂടെ ഒരുമിച്ച് നടത്തുന്നു. ഇപ്പോൾ BJP നടത്തുന്നതിനേക്കാൾ മോശമായിട്ടുള്ള വർഗീയ പരാമർശം, ഞാനിപ്പോൾ ഈ പരസ്യത്തിനെ കുറിച്ച് പറയട്ടെ, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ സന്ദീപ് വാര്യർ ഒരാൾ പറയുകയാണ്, ഞാൻ എൻ്റെ പൂർവാശ്രമം അല്ലെങ്കിൽ പൂർവ്വകാലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു, അതിനെ ഞാൻ തള്ളിപ്പറയുന്നു, ഞാൻ അടുത്ത ഒരു പുതിയ പാതയിലേക്ക് കടന്നു വരുന്നു, മതേതര ചേരിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ BJP-ക്ക് ഇല്ലാത്ത ആശങ്കയാണ് CPM-നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ AK ബാലൻ ഇത് നല്ലൊരു വ്യക്തിയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സഖാവായി മാറും എന്ന് സ്മൃതിയുടെ ഒരു ചോദ്യം ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്മൃതി തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം BJP-യിൽ തന്നെയാണല്ലോ സഖാവേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇതൊരു ട്രാൻസിഷൻ പീരീഡ് മാത്രമാണ്. ഈ ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വന്നാൽ ഉത്തമനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, കോമ്രേഡ് ആയിരിക്കും എന്ന് പറഞ്ഞ AK ബാലൻ, ആ സന്ദീപ് വാര്യര് അദ്ദേഹം ഉപേക്ഷിച്ചു, ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർഗീയ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം തള്ളിക്കളഞ്ഞ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ വർഗീയമായിട്ടുള്ള നിലപാടുകൾ അത് കാശ് കൊടുത്ത് പരസ്യം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ സെലക്റ്റീവായിട്ട് ചില പത്രങ്ങളിൽ മാത്രം ചില കമ്മ്യൂണിറ്റികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരാണ് വർഗീയവാദി? അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന സന്ദീപ് വാര്യരോ അത് ഉയർത്തിപ്പിടിച്ച് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി 10 വോട്ടിന് വേണ്ടി ഇത്ര ഗതികെട്ട നെറുകെട്ട രാഷ്ട്രീയം കളിക്കുന്ന CPM-ഓ ആരാണ് വർഗീയവാദി എന്നുള്ളത് പാലക്കാട്ടെ ജനം തിരിച്ചറിയും. കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായിട്ട് അവിടെ വടകരയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. അത് വടകരയിലെ ജനങ്ങൾ തിരിച്ചടി നൽകി. ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല, ഞങ്ങൾക്ക് പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പരസ്യം കൊടുത്ത ആളുകൾക്ക് 23-ാം തീയതി കൗണ്ടിംഗ് നടക്കുമ്പോൾ കൈരളി TV-യിൽ വീണ്ടും വലിയേട്ടൻ സിനിമ പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വരും. CPM 3-ാം സ്ഥാനത്ത് വലിയ പരാജയം ഏറ്റുവാങ്ങും. ഈ പത്രപരസ്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കറുത്ത അക്ഷരങ്ങളാൽ രേഖപ്പെടുത്താൻ പോകുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു നടപടിയായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ തിരിച്ചടി പാലക്കാട്ടെ ജനങ്ങൾ നൽകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ശരി, ശ്രീ TP ജയേന്ദ്രനിലേക്കും അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.